ഹലോ, വെൽക്കം ടു PSC ലേണിംഗ് കേട്ടെടുത്ത്. ഇന്ന് ഞാൻ ഒരു 10 ചോദ്യം ചോദിക്കാവേ. ഇന്ത്യയിൽ ആദ്യം എത്തിയ ഇംഗ്ലീഷുകാരൻ ആര്? ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ഉത്തരം അറിയാമോ? മാസ്റ്റർ റാൽഫിച്ച്. മാസ്റ്റർ റാൽഫിച്ച് 1583 ഇന്ത്യയിൽ എത്തിയത്. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഘടന, ഭൗമോപരിതല സവിശേഷതകൾ, ഭൂമിയുടെ ഗ്രാവിറ്റി ഫീൽഡ് എന്നിവയെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഏത്? അറിയാമോ? ജിയോഡൈസി. എന്താണ് ജിയോഡൈസി? ഭൂമിയുടെ ഘടന, ഭൗമോപരിതല സവിശേഷതകൾ, ഭൂമിയുടെ ഗ്രാവിറ്റി ഫീൽഡ് ഇവയുമായി ബന്ധപ്പെട്ട പഠനമാണ് ജിയോഡൈസി. അടുത്ത ചോദ്യം, ഭൗമോപരിതല സവിശേഷതകളെ അവയുടെ അളവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പരന്ന പ്രതലത്തിലേക്ക് പകർത്തി എഴുതുന്ന ശാസ്ത്രീയമായ ശാസ്ത്രശാഖ ഏതാണ്? കാർട്ടോഗ്രാഫി. ഏതാണ്? കാർട്ടോഗ്രാഫർ. അടുത്ത ചോദ്യം, കമ്മ്യൂണിക്കേഷൻ 2 ഡയറക്ഷനിൽ ഒരേ സമയം നടക്കുന്ന ചാനൽ. കമ്മ്യൂണിക്കേഷൻ 2 ഡയറക്ഷനിലും ഒരേ സമയം നടക്കുന്ന ചാനൽ ഏതാണ്? മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ നമുക്ക് ഒരേ സമയം 2 ഡയറക്ഷനിലും സംസാരിക്കാമല്ലോ. അടുത്ത ചോദ്യം, വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? വുഡ് സ്പിരിറ്റ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? മെഥനോൾ. വുഡ് സ്പിരിറ്റ് മെഥനോൾ. ഇനി അടുത്ത ചോദ്യം, സോപ്പ് ലായനിയുടെ pH. സോപ്പ് ലായനിയുടെ pH എത്രയാണ്? സോപ്പ് ലായനിയുടെ pH 10. 100% വീര്യമുള്ള ആൽക്കഹോൾ അറിയപ്പെടുന്ന പേരെന്താണ്? 100% വീര്യമുള്ള ആൽക്കഹോൾ. ഓക്കെ, അബ്സല്യൂട്ട് ആൽക്കഹോൾ. അബ്സല്യൂട്ട് ആൽക്കഹോളാണ് 100% വീര്യമുള്ള ആൽക്കഹോൾ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44. NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആര്? എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. ശക്തമായ ബ്രേക്കുകൾ മാത്രമുള്ള എഞ്ചിനില്ലാത്ത വാഹനം എന്ന് അഭിപ്രായപ്പെട്ടത് എന്തിനെക്കുറിച്ചാണ്? ശക്തമായ ബ്രേക്കുകൾ മാത്രമുള്ള എഞ്ചിനില്ലാത്ത വാഹനം എന്നറിയപ്പെടുന്നത് എന്താണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് ശക്തമായ ബ്രേക്കുകൾ മാത്രമുള്ള ബൈക്കുകൾ